ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസ് ആയിട്ടുള്ള കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസും അതേപോലെ ഗിയർ ഓയിൽ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഗിയർ ഓയിൽ മാറ്റാനാണ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഇത്രയും കേസ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് പറഞ്ഞത് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ അയച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററിനകത്ത് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, പക്ഷേ കമ്പനി ഫിൽറ്ററല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. അത്യാവശ്യം നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി ഇടാം. എന്തായാലും വലിയ പഴക്കമായിട്ടില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ യൂസ് ചെയ്യാം. ഇനി എയർ ഫിൽറ്റർ മാറ്റണ സമയത്ത് നമുക്ക് കമ്പനി ആയിട്ടും മേടിച്ചിടണമാണ് നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ ഇത് നമുക്ക് താൽക്കാലിക ലാഭം ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ ഇതിനകത്ത് ഹെഡ് ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റിയതായിരിക്കണം പറഞ്ഞ സ്ഥിതിക്ക്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എഞ്ചിൻ ഹെഡിനകത്തേക്കൊക്കെ കരി കൂടുതൽ കയറാൻ ഇതൊരു കാരണമാവും. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് ഈ തവണ ഇത് ഉപയോഗിക്കാം. അടുത്ത സർവീസിലൊക്കെ മോശമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാൻ കഴിയോടെ കേട്ടോ. കാരണം ആ പേപ്പർ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ വരാം. അതേപോലെ തന്നെ പ്ലഗും കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല. അപ്പോൾ നമുക്കത് മാറ്റിയിടുന്ന സമയത്ത് NGKയുടെ കിടക്കണേ, വലിയ കുഴപ്പമില്ലാത്ത പ്ലഗ്ഗാണ്. പക്ഷേ എന്നാൽ പോലും നമുക്കത് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് പ്ലഗ് മാറ്റേണ്ടി വരാം. അപ്പോൾ അത് രണ്ട് നമുക്ക് നോക്കിയിട്ട് പറ്റില്ല, ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലെങ്ങാനും മാറ്റി കളയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തേയ്മാനം ഉണ്ട്, പക്ഷേ നല്ല കാര്യമായിട്ടുള്ള പ്രോബ്ലമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്ത് എയറടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. വലിയ പഴക്കമായിട്ടില്ല, എന്നാലും പൊടിക്കൊരു തേയ്മാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാറ്റേണ്ട സിറ്റുവേഷനൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്, പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റാണത്, അതും നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ക്ലച്ച് ഔട്ടറായാലും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഗിയർ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ട് മോശമൊന്നും ആയിട്ടില്ല, പക്ഷേ ഗിയർ ഓയിൽ ചേഞ്ച് പറയുന്നതുകൊണ്ട് കൂടുതൽ നമ്മൾ അയച്ച് മാറ്റി വിടുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ട് അഴിച്ച് നിർത്തിയ കാരണമാണ്. അതിനുശേഷം ബാക്കും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. പിന്നെ ടയർ അത്യാവശ്യം നല്ല പുതിയ ടയർ കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളായാലും ചോക്ക് കേബിളായാലും വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, സ്മൂത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്കിൻ്റെ കുഷ്യൻ അസംബ്ലിയുടെ ബുഷ്, റബ്ബർ ബുഷ്, ഗ്രീൻ ബുഷാണത്, അത് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്ക് ബുഷുകൾ നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്, ഉപയോഗിക്കാനുണ്ട്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം. പിന്നെ ഫ്രണ്ടിലത്തെ ടയറായാലും പുതിയ ടയറാണ്, MRFൻ്റെ സാപ്പർ മോഡൽ, കമ്പനി വരുന്ന മോഡൽ ടയറാണ് കിടക്കുന്നത്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. ബാറ്ററി ടെസ്റ്റ് ജനറൽ സർവീസിലുള്ളതും കൂടിയാണ് നമ്മൾ അതുകൂടി ചെയ്തു പോകണം കേട്ടോ. ഇപ്പോൾ നിലവിൽ ബാറ്ററി ഓക്കെയാണ്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഓയിൽ നോക്കിയിരുന്നു, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള സർവീസും കാര്യങ്ങളാണ് തന്നെ. അതിനകത്ത് ആ ഗിയർ ഓയിൽ, ഫ്രണ്ട് ഗ്രീൻ ബുഷ്, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വണ്ടി എന്തായാലും ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ.